എല്ലാവർക്കും ഈ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിറ്റർമിനേഴ്സ് ആണ്. ഡിറ്റർമിനേഴ്സ് എന്താണെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കാം. ഇതൊരു വേറെ പല ടോപ്പിക്കുകളെയും കമ്പൈൻ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ ഒരു നാമത്തിൻ്റെയോ നാമവിശേഷത്തിൻ്റെയോ മുമ്പ് വരുന്ന പദങ്ങൾ, ഒരു നാമം നൗണിൻ്റെയോ അല്ലെങ്കിൽ നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ആയിട്ടുള്ള സംഗതികൾക്ക് മുമ്പിൽ വരുന്ന പദങ്ങളെയൊക്കെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനർ. ഓക്കെ, ഡിറ്റർമിനർ. യെസ്. അപ്പോൾ ഡിറ്റർമിനേഴ്സിൽ വരുന്നത് നമുക്കറിയാം, ഒരു പദത്തിൻ്റെ മുമ്പിൽ എന്തൊക്കെ വരാറുണ്ട്? ആർട്ടിക്കിൾസുകൾ വരാറുണ്ട്. ആർട്ടിക്കിൾസുകൾ. ഓക്കെ, സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നൊരു വരിക കേട്ടോ. ഓക്കെ, ആർട്ടിക്കിൾസുകൾ വരാറുണ്ട്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? എ, ആൻ, അല്ലേ? ദ എന്ന് പറയുന്ന വാക്കുകൾ സാധാരണ എന്തിൻ്റെ മുമ്പിൽ വരുന്നതാണ്? നൗണുകളുടെ മുമ്പിലൊക്കെ വരുന്ന വാക്കുകളാണ് ഈ പറഞ്ഞ എ ആൻഡ് ദ എന്നൊക്കെ പറയുന്നത്, അല്ലേ? യെസ്. അപ്പോൾ ആർട്ടിക്കിൾസുകൾ ഡിറ്റർമിനേഴ്സ് ആണ്. പിന്നെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവുകൾ, പൊസസീവ് അഡ്ജക്റ്റീവ്സ്, ഇൻ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്, ഇതെല്ലാം ഇങ്ങനെ ഉള്ള ഈ എല്ലാ അഡ്ജക്റ്റീവുകളും ഡിറ്റർമിനറുകളാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പ്രീ ഡിറ്റർമിനേഴ്സ് ഉണ്ട്, ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്, നമ്പറുകളുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് വേഗത്തിലൊന്ന് ഓടിച്ചു നോക്കേണ്ട വിഷയമുള്ളൂ. ഇത് ഒരുപാട് വലിയ ആഴത്തിലുള്ള വിഷയമൊന്നുമല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകണം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സെൻറ്റൻസ് കാണാം. എവറി ഹൗസ് ഓൺ ദി സ്ട്രീറ്റ് വാസ് അഫക്റ്റഡ്. ഈ ഹൗസ് എന്ന് പറയുന്ന നൗണിന് മുമ്പിൽ ഒരു വാക്ക് വെച്ചിട്ടുണ്ട്, ഒരു പദമുണ്ട്, എവറി. അതൊരു ഡിറ്റർമിനറാണ്. അത് ഈ തന്നിരിക്കുന്ന 8 എണ്ണത്തിൽ ഏതോ ഒരു വിഭാഗമാണ്. അത് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡിറ്റർമിനറുകൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ ആവാം, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആവാം, പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആവാം, ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആവാം, ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ് ആവാം, പ്രീ ഡിറ്റർമിനേഴ്സ് ആവാം, ക്വാണ്ടിഫയേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം. എന്താണ് ഈ സാധനങ്ങളൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾസുകളാണ്. ആർട്ടിക്കിളുകളെ കുറിച്ചൊരു പാഠം നമ്മൾ നേരത്തെ എടുത്തിരുന്നോ ഭവ്യ? ഈ കോഴ്സിൽ ആർട്ടിക്കിളുകൾ പഠിച്ചിട്ടുണ്ടോ നമ്മൾ? പഠിച്ചിട്ടുണ്ട് സർ. എ ആൻഡ് ദായുടെ ഉപയോഗം പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് പിന്നെ നമ്മളിനി പഠിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ സത്യത്തില്ല, ഇല്ല. എങ്കിലും ഞാനൊന്ന് വെറുതെ ഒന്ന് ലളിതമായി ഒന്ന് പറഞ്ഞു പോകാം. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എ ആൻഡ് ദ എന്നിവയാണ്. ദായെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും എ ആൻഡ് എന്നിവയെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും വിളിക്കും. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് ദാനെ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഡെഫിനിറ്റായി പറയുന്ന കാര്യങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ദ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ മുമ്പിൽ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, പുറത്ത് കുറേ കസേര ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു കസേര, അടുത്ത കസേര. ഓക്കെ, കുറേ കസേരകൾ ഇങ്ങനെ പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കസേരകളിൽ ഞാൻ നിങ്ങളോട് പറയാണ്, പ്ലീസ് ബ്രിങ് മീ എ ചെയർ. ഒരു കസേരയും കൊണ്ടുവരുന്ന ഞാൻ പറയാണ്, പ്ലീസ് ബ്രിങ് മീ എ ചെയർ എന്ന് ഞാൻ പറയാണ്. അപ്പം നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു കസേര എടുത്തിട്ട് വരും. എന്നാൽ ഞാൻ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, പ്ലീസ് ബ്രിങ് മീ ദ ചെയർ. ഒരു സംഗതിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പറയാണ്, പ്ലീസ് ബ്രിങ് മീ ദ ചെയർ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആ പർട്ടിക്കുലർ ചെയർ മാത്രം എടുത്തിട്ട് വരുള്ളൂ. എ ചെയർ എന്ന് പറയുമ്പോൾ ഇൻഡെഫിനിറ്റ് ആയ കാര്യമാണ്. ഞാൻ അവിടെ ഒരാളെ കണ്ടു, ഐ സോ എ മാൻ ദെയർ, ഐ സോ എ മാൻ ഓവർ ദെയർ. ഒരാളെ, ഏതോ ഒരാളെ, എ മാൻ, ഒരാളെ, ആര് നമുക്കറിയില്ല, ഒരു പ്രത്യേകത അതിനില്ല. പക്ഷെ ഞാൻ പറയാണ്, ഐ സോ ദ മാൻ whom I saw yesterday. ഞാൻ ഇന്നലെ കണ്ട ആ അയാളെ ഞാൻ കണ്ടു. ആരെ? ഇന്നലെ കണ്ട ആളെ. അപ്പോൾ ദ മാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെഫിനിറ്റ് ആയിട്ട് എടുത്ത് സ്ട്രെസ് ചെയ്ത് എംഫസൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളുടെ കൂടെ ദ ഉപയോഗിക്കും, അല്ലാത്തപ്പോൾ എ ആൻ ഉപയോഗിക്കും. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാലോ. അറിയാം ലിൻസിയെ, അറിയാം. ഓക്കെ, പിന്നെ എയും ആൻ ഉപയോഗിക്കുന്നതാണ്. എയും ആൻ എവിടെ ഉപയോഗിക്കാൻ നിങ്ങൾക്കറിയാം. എവിടെ ഉപയോഗിക്കാം? ദാ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഊന്നൽ നൽകേണ്ടതുമായിട്ടുള്ള നാമങ്ങളെയും സവിശേഷമായ ഒന്ന് മാത്രമുള്ള യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളെയും പറയാൻ ഡെഫിനിറ്റ് ആർട്ടിക്കിളായി ദാ ഉപയോഗിക്കുന്നു. എന്നാൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത് പ്രത്യേകം എടുത്തു പറയാത്തവയെ കുറിച്ച് പറയാൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ആദ്യമായി പറയുന്ന ഒരു നാമത്തിന് മുമ്പിൽ ഒരു എന്ന അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ രീതിയിൽ
എയും ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ ചെറിയ പ്രശ്നമുണ്ട്. എ ഇ ഐ ഒ യു എന്നീ ശബ്ദങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ ഇ ഈ ഉ ഊ എ ഏ ഒ ഓ ഈ പറയുന്ന ശബ്ദങ്ങളിൽ ഈ ശബ്ദത്തിൽ ഏതെങ്കിലും, അതായത് നമ്മുടെ സ്വരാക്ഷര ശബ്ദങ്ങളായിട്ടുള്ള ഈ ശബ്ദങ്ങൾ ഏതെങ്കിലുമാണ് ആ ഒരു വാക്ക് ആരംഭിക്കുന്നതെങ്കിൽ ആൻ ഉപയോഗിക്കും. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ആദ്യത്തേത് ഈ സൗണ്ടാണ്, ഈ. അപ്പോൾ ഈ സൗണ്ട് വരുമ്പോൾ ആൻ ഇന്ത്യൻ. ഈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ അല്ലേ. ഓക്കെ, ഇപ്പോൾ അംബ്രല്ല എന്ന് പറയാം, അംബ്രല്ലിൻ്റെ മുമ്പിൽ ഏതാ, ആനാണ് ഉപയോഗിക്കുക. കാരണം ഈ യു എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ ആ എന്നാണ് സൗണ്ട്, ആ അംബ്രല്ല. അപ്പോൾ ആൻ അങ്ങനെയാണ് യൂസ് ചെയ്യുക, നിങ്ങൾക്കറിയാം. എ ഉപയോഗിക്കുന്നത് വ്യഞ്ജനാക്ഷര ശബ്ദങ്ങളായ ക ഖ ഖ ഖ മുതൽ അങ്ങ് യാരാല വരെ ഏത് ശബ്ദത്തിന് മുമ്പിലും എ ഉപയോഗിക്കുന്നു. ഐ എം ഗോയിങ് ടു ഈറ്റ് ആപ്പിൾ. ഇവിടെ ദ ആപ്പിൾ എന്ന് പറയാൻ കാരണം വി നോ വിച്ച് ആപ്പിൾ ഐ എം ഗോയിങ് ടു ഈറ്റ്. ഞാൻ കഴിക്കാൻ പോകുന്ന ആപ്പിളിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, അതുകൊണ്ടാണ്. ഐ എം ഗോയിങ് ടു ഈറ്റ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ദിസ് കുഡ് ബി എനി ആപ്പിൾ, ഏത് ആപ്പിളാവാം, സ്പെസിഫൈ ചെയ്യുന്നില്ല. പ്ലീസ് ഗിവ് മീ ദ ചെയർ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഐ എം ആസ്കിങ് എ പെർട്ടിക്കുലർ ചെയർ. But please give me a chair എന്ന് പറഞ്ഞാൽ not particular. You can bring any chair. This is the difference between the use of an, a, and the. Okay, got it. ഇത്രയേ ഉള്ളൂ ആർട്ടിക്കിൾ. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ ഇനി അതിലേക്ക് കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ല. So let me move to the first question. So I request Miss Adira. ആതിര. കുട്ടികൾ മക്കളൊക്കെ ഉറങ്ങിയോ ആതിര? ഇല്ല, ഇവിടെ ഉണ്ട്. സൈലന്റ് ആണല്ലോ. ഓക്കെ, അപ്പോ have you told him about dash accident? Have you told him about the accident? About ആ ഒരു പെർട്ടിക്കുലർ സംഗതിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഞാൻ അബൌട്ട് ദ ആക്സിഡന്റിനെ കുറിച്ച് അത് എംഫസൈസ് ചെയ്ത് പറയാണ്. ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ദി ആക്സിഡന്റ്? അപ്പൊ ഏതൊരു പെർട്ടിക്കുലർ ആക്സിഡന്റിനെ കുറിച്ച് നീ പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണ് അല്ലേ. രണ്ടുപേരും എഴുതിയിരിക്കുന്നുണ്ട്, ഇത് ശല്യം ഉണ്ടാക്കുന്നില്ല, ഭാഗ്യാണല്ലോ. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയതാ, അതാണ് 2 മണി ക്ലാസ് തുടങ്ങാൻ പറ്റാതെ. മൂപ്പിനെ മര്യാദക്ക് ഉറങ്ങാം, 11 മണിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ മൂപ്പിന് 4 മണിക്ക് എഴുന്നേക്കും. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി എന്റെ ശബ്ദം കേട്ട ഏത് ഉറക്കത്തിലാണെങ്കിലും എണീക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് വരാൻ പറ്റണ്ടേ. അപ്പോ അടുത്തത് നമുക്ക് ഭവ്യനോട് ചോദിക്കാം. ഭവ്യേ, Yesterday I met the old man. Yesterday I met. അല്ലേ, മെറ്റ്. Yesterday I met അല്ല, an old man മതി. Yesterday I met an ഏതോരണം. ഇന്നലെ ഞാൻ ആരാന്ന് ഇവിടെ ദാ വരണമെങ്കിൽ ഇയാളെ കുറിച്ച് മുമ്പ് പറഞ്ഞിരിക്കണം. ഇവിടെ അന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഒരാളെ, ഒരു വൃദ്ധരായ വ്യക്തിനെ ഞാൻ കണ്ടു. Yesterday I met an old man. എന്തുകൊണ്ടാണ് ആൻ ഉപയോഗിച്ച് ഉപയോഗിക്കാതിരുന്നേ? അത് ഓൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വരാക്ഷരങ്ങളാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത്രേ ഉള്ളത്. ഓൾറെഡി നമ്മൾ ഇത് പഠിച്ച ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകണില്ല കേട്ടോ. ഓക്കെ, ഇനി ഡിറ്റർമിനേഴ്സിലെ അടുത്ത പ്രധാനപ്പെട്ട ഏരിയ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവുകളാണ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കാൻ. കറണ്ട് പോയാലോ, ഓഫാവില്ലെന്ന് വിചാരിക്കാം. ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവുകളെയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. അത് 4 വാക്കുകളുണ്ട്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. അടുത്തുള്ള സാധനം ദിസ്, ദൂരെയുള്ള ദാറ്റ്. ഇനി അടുത്തുള്ള കുറേ ഉണ്ടെങ്കിൽ ദീസ്, ഇവ അല്ല, ഇവയെല്ലാം, ദീസ്. അകലെ ദൂരെയുള്ളതാണെങ്കിൽ ദോസ്. ഓക്കെ, ഭവ്യ പറ, ഏതൊക്കെയാ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്? 4 എണ്ണം. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഓക്കെ, ഗുഡ്.
ദിസ് ബുക്ക് ഇസ് മൈൻ, ഈ പുസ്തകം എൻ്റേതാണ്. ദാറ്റ് ബുക്ക് ഇസ് മൈൻ, ആ പുസ്തകം എൻ്റേതാണ്. ദീസ് ബുക്സ് ആർ മൈൻ, ഈ പുസ്തകങ്ങൾ എൻ്റേതാണ്. ദോസ് ബുക്സ് ആർ മൈൻ, ആ പുസ്തകങ്ങൾ എൻ്റേതാണ്. കറണ്ട് വന്നു. ഓക്കെ, കറണ്ട് പോയി. ഇനി കളിക്കാം, മഴ ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഈ സംഭവം കഴിഞ്ഞു, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് കഴിഞ്ഞു. സോ റിക്വസ്റ്റ് മേരി, നമ്മളെ എരുമ ശിഷ്യ മേരി അവിടെ പോയി. സർ ആ, മേരി ഇപ്രാവശ്യം ലിസ്റ്റ് വരണം കേട്ടോ. സ്ഥലം എവിടെയാ മേരിന്റെ? എന്റെ കൊല്ലം സർ. കൊല്ലം, കൊള്ളാം കൊള്ളാം. മേരി രേഷ്മേ, ജോലി കിട്ടി കഴിയുമ്പോ അറിയിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് അങ്ങ് കൊല്ലത്തേക്ക് ഒരു ടൂർ വരേണ്ടതുണ്ട്, അതുകൊണ്ടാ. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ആൻസർ പറ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് എ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ്ഡ് കറക്റ്റ്ലി? Which of the following contains demonstrative adjective This used car. correctly? This car. B. Option B. Sir. ഓപ്ഷൻ എക്ക് എന്താ കുഴപ്പം? ഓപ്ഷൻ എ ദോസ് കാർ എന്നല്ല, ദോസ് കാർസ്. വെരി ഗുഡ്. കാരണം കാർസ് എന്ന് വേണം, കാരണം ദോസ് എന്ന് പറഞ്ഞ പ്ലൂറലാ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തതോ? കറക്റ്റ് ആണ്, ദിസ് കാർ. ദിസ് എന്ന് പറഞ്ഞ സിംഗുലർ അല്ലേ? ഇനി സിക്ക് എന്താ കുഴപ്പം? ദീസ് കാർസ് എന്ന പ്ലൂറൽ ആണ്. ഡിന്റെ കുഴപ്പം? ഡി ദിസ് കാർസ് എന്ന് വേണ്ട, ദിസ് കാർ മതി, സിംഗുലർ മതി. വെരി ഗുഡ്, എക്സലന്റ്. എല്ലാവർക്കും സംഗതി മനസ്സിലാന്ന് വിചാരിക്കുന്നു. നീ സംശയം ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് ആതിര. Sir. These books are blue. Option B. ഓപ്ഷൻ ബി ആണോ? എന്തുകൊണ്ടാ ഓപ്ഷൻ എ പറ്റാതിരുന്നേ? ദിസ് വരുമ്പോ എന്ന് പറയുമ്പോ സിംഗുലർ ആയിരിക്കും. അപ്പൊ ബുക്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ അല്ലേ? ഗുഡ്, അതാണ് പ്രശ്നം. യെസ്, അപ്പൊ അതുകൊണ്ട് ദീസ് ബുക്സ്, ഈ പുസ്തകങ്ങൾ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ അതാണ് ആതിര. ഏതൊക്കെയാ 4 ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ഏതൊക്കെയാ? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. വെരി ഗുഡ്, അത്രേ ഉള്ളൂ. അത് ചെറിയ സിമ്പിൾ ആയ ടോപ്പിക് അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. നമ്മളെ സൂര്യ വന്നിരിക്കുന്നു. നമ്മളെ എരുമ ശിഷ്യ സൂര്യ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നു. ഐ വെൽക്കം സൂര്യ ടു ദിസ് സെഷൻ. എവിടെ പോയിരുന്നു സൂര്യ? ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സർ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്തത് പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഡിറ്റർമിനേഷന്റെ മൂന്നാമത്തെ വിഭാഗം പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. പൊസസീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? പൊസഷൻ, പൊസസീവ്നെസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? അയാൾക്ക് ഭയങ്കര പൊസസീവ്നെസ് ആണെന്നൊക്കെ പറയും അല്ലെ? കെട്ടിയവന് ഭാര്യനോട് ഇത്തിരി സ്നേഹം കൂടിയാൽ പറയും ഭാര്യ മൂപ്പർക്ക് എന്നോട് ഭയങ്കര പൊസസീവ്നെസ് ആണ്, ഞാൻ അടങ്ങാറായിരിക്കുക എന്ന് പറയും അല്ലേ? ഇത്തിരി സ്നേഹം കുറഞ്ഞാൽ പറയുന്നത് ചങ്ങായിക്ക് എന്നെ കണ്ടുകൂടാ, ഇത്തിരി പോലും സ്നേഹമില്ല എന്ന് പറയും. സ്നേഹം കൂടിയാൽ പൊസസീവ്നെസ് ആണെന്ന് പറയും. വാട്ട് ഈസ് പൊസസീവ്? എൻ്റേതെന്ന ചിന്ത, സ്വന്തമെന്ന തോന്നൽ അല്ലേ? സ്വന്തമെന്ന തോന്നൽ. പഴയ പാട്ടുണ്ടല്ലോ, സ്വന്തമെന്ന പദത്തിന് എന്താർത്ഥം അല്ലേ? ഓക്കെ, അപ്പൊ സ്വന്തം ആണ് എന്ന സംഭവം, അതാണ് പൊസസീവ്നെസ്. ഇപ്പോൾ പൊസസീവ് എന്ന് പറഞ്ഞാൽ സ്വന്തം അല്ലെങ്കിൽ ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഓണർഷിപ്പ്, നമ്മൾ ഓണർഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ പറയുന്ന വാക്കുകളാണ് മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്. മൈ എൻ്റെ, യുവർ നിൻ്റെ, ഹിസ് അവൻ്റെ, ഹെർ അവളുടെ, ഇറ്റ്സ് അതിൻ്റെ. ഈ മൈ എന്ന് പറയുന്നതിനെ ഫസ്റ്റ് പേഴ്സൺ വിളിക്കുക. കാരണം മൈ, ഐ പറയുന്ന ആളതിനകത്തുള്ളത് കൊണ്ടും ഫസ്റ്റ് പേഴ്സൺ. ഞാൻ കഴിഞ്ഞ പിന്നെ നീയാണ് പ്രധാനം. യുവർ നിൻ്റെ, അത് സെക്കൻഡ് പേഴ്സൺ ആണ്. ഞാനും നീയും അല്ലാത്തതെല്ലാം തേർഡ് പേഴ്സൺ, അവനും അവളൊക്കെ. ഓക്കെ, ഇതിൻ്റെ പ്ലൂറൽസ് ആണ്. മൈൻ്റെ പ്ലൂറൽ അവർ, യുവറിൻ്റെത് യുവർ തന്നെയാണ്. പിന്നെ ഹിസ്, ഹെർ, ഇറ്റ്സ്, ഇതിൻ്റെയൊക്കെ പ്ലൂറൽ ദയറാണ്. മേരി രേഷ്മ, പൊസസീവ് അഡ്ജക്റ്റീവ് എന്താണെന്ന് എനിക്ക് ഇങ്ങോട്ടൊന്ന് പറഞ്ഞാ. ഉടമസ്ഥതയെ കുറിക്കാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് പൊസസീവ് ആയിട്ടുള്ള. അപ്പൊ ഫസ്റ്റ് പേഴ്സണില് സിംഗുലർ ആണെങ്കിൽ മൈ ആണ്, പ്ലൂറൽ ആണെങ്കിൽ അവർ. സെക്കൻഡ് പേഴ്സൺ യുവർ ആണ്, സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും യുവർ തന്നെ. തേർഡ് പേഴ്സൺ ആവുമ്പോ ഹി, ഷീ, ഇറ്റ്സ്, അത് പ്ലൂറൽ ആണെങ്കിൽ ദെയർ. വെരി ഗുഡ്, എക്സലന്റ്. ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് വെറുതെ വായിച്ചേ.
My laptop is not working. ഇതിലെ മൈയാണ് പൊസസീവ് അല്ലേ? Possessive. Her father is working in a factory. Her ആണ് ഇവിടെ possessive. Our father told us not to quarrel with anyone. Our ആണ് possessive adjective. Your cycle has been stolen yesterday. Your ആണ് possessive adjective. My car is very old. My ആണ് possessive adjective. Look at the dog. Its tail is wagging like crazy. Its ആണ് അവിടെ possessive adjective. Can you fix the table? Its leg is wobbly. അവിടെ its ആണ് possessive adjective. ഓക്കെ, ഗുഡ്. സംഭവം മനസ്സിലായില്ലേ? മനസ്സിലായി സർ. മനസ്സിലായി. ഓക്കെ, ആതിര ഈ ചോദ്യം ഒന്ന് വായിച്ചിട്ടൊന്ന് ഉത്തരം പറഞ്ഞേ. James and Charlie have 3 children. Their children are very nice. Children are. Their വരും. ഓക്കെ, James and Charlie have 3 children. Dash children are very nice. അപ്പോൾ പ്ലൂറലാണ്. അപ്പോൾ അവരുടെ എന്നാ വേണ്ടേ അല്ലേ? അല്ല, ജെയിംസ് അവരുടെ അല്ല, ജെയിംസ് ആൻഡ് ചാർലി ഹാവ് 3 ചിൽഡ്രൻ. ജെയിംസിനും ചാർലിക്ക് 2 പേരുണ്ട്. അപ്പോൾ പ്ലൂറലാണ്. അപ്പോൾ അവരുടെ. അപ്പോൾ ഏതാ ആൻസർ? Option B. Their. ഓപ്ഷൻ Option B. ഓപ്ഷൻ ബി അല്ലേ? There. Okay, very good. Thank you, Adira. So next question is to Suryavi. Is that their house? They പറ്റൂലല്ലോ. Them പറ്റൂല. സിയോ ഡിയോ? C. അവരുടെ വീട് അല്ലേ? അപ്പൊ അതിന് their. ഇനി അവന്റെ വീട്? His house. അവളുടെ വീട്? Her house. ഓക്കെ, ഇനി 4ാമത്തെ വിഭാഗമാണ് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഈ പേരിൽ തന്നെ ഉണ്ട് സംഭവം. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളില്ലേ, ചോദ്യങ്ങൾ സൂചിപ്പിക്കുന്ന വാക്കുകളെ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. A word that modifies a noun by asking a question is called interrogative adjective. ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവുകളാണ് interrogative adjectives. ഇതറിയാത്ത ആരും ഉണ്ടാവില്ല. ഹൂസ്, വിച്ച്, വാട്ട്, വേറ്, വെന്ന് എല്ലാ ചോദ്യവാക്കുകളും എന്താണ്? interrogative adjectives ആണ്. Whose book was that? Which pen do you like more? Whose computer is this? And what books are you buying today? Okay. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഭവ്യ പറയൂ. Dash decision was this. I had liked to try and change that person's mind. Dash decision was this. Whose? എങ്ങനെയാ? D option. ഡിയാ? ആരുടെ തീരുമാനം അല്ലേ? അപ്പൊ ആരുടെ എന്നതിന് whose. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. മറ്റു വാക്കുകൾ ഏതൊക്കെയാ? വിച്ച്, ഹൂസ്, വാട്ട് അല്ലേ? എന്നാ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആരാ? മേരി പറഞ്ഞേ. Do you know dash song number on the album is this? Do you know whose song? Which song number? ആയതുകൊണ്ട് നമുക്ക് വിച്ച് അവിടെ പറ്റുള്ളൂ അല്ലെ? വെൻ ടൈമിനെ സൂചിപ്പിക്കും. വേറെ പ്ലേസ്. പിന്നെ ഹൂസോ? ആര്? നമ്മുടെ സോങ് നമ്പറാ പറഞ്ഞേ. അപ്പോ വിച്ച്. ഓക്കെ, താങ്ക് യു. അത് അത്രേ ഉള്ളൂ. ഇനി 5ാമത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ് ആണ്. 5ാമത്തെ ഡിസ്ട്രിബ്യൂട്ടീവ്. അപ്പൊ നമ്മൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് 4 പഠിച്ചില്ലേ? അത് ഏതാ മേരി? സർ, ദിസ്, ദാറ്റ്, ദോസ്, ദീസ് ഡെമോൺസ്ട്രേറ്റീവ്. അത് ഡെമോൺസ്ട്രേറ്റീവ്. ഇതോ? ഇത് ഡിസ്ട്രിബ്യൂട്ടീവ്. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത്
ഈച്ച് എവരി എയ്തർ നെയ്തർ ഏതൊക്കെയെന്ന് പറഞ്ഞേ മേരി? ഈച്ച് എവരി എയ്തർ നെയ്തർ. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ് എന്നാണ് പറയാം. എന്ന് പറഞ്ഞേ ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ്. നേരത്തെ നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്നാ പറഞ്ഞിരുന്നത്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഡിസ്ട്രിബ്യൂട്ടീവ് ഡിറ്റർമിനേഴ്സ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഈച്ച് ആൻഡ് എവരി എന്താ നോക്കാം. ഈച്ച് എവരി എന്നീ വാക്കുകളുടെ ഉപയോഗവും അർത്ഥവും തുല്യമാണ്. ഓരോന്നും എന്ന അർത്ഥത്തിലാണ് രണ്ടും, ഈച്ച് എന്ന് പറഞ്ഞാലും എവരി എന്ന് പറഞ്ഞാലും. ഈച്ച് പാരന്റ് വാസ് ഗിവൺ എ സ്കൂൾ പാക്കറ്റ്. എല്ലാ പാരൻസിനും ഒരു സ്കൂൾ പാക്കറ്റ് കൊടുത്തു. Each parent was given a school packet. Each ticket holder was allowed backstage. Every car in this parking lot was vandalized. Every house on the street was affected by the fire. അപ്പോൾ ഓരോന്നും എന്ന അർത്ഥത്തിൽ രണ്ട് ഉപയോഗിക്കാം. ഈച്ച് ഉപയോഗിക്കാം, എവരി ഉപയോഗിക്കാം. നോ പ്രോബ്ലം. എയ്തർ നെയ്തർ, രണ്ടിലൊന്ന് എന്ന അർത്ഥത്തിലാണ് എയ്തർ ഉപയോഗിക്കുന്നത്. അതായത് പോസിറ്റീവ് ആണത്. എന്നാൽ നെയ്തർ നെഗറ്റീവ് ആണ്, രണ്ടും ഇല്ല എന്ന അർത്ഥത്തിലാണ് നെയ്തർ ഉപയോഗിക്കുന്നത്. എയ്തർ ഈസ് യൂസ്ഡ് വെൻ എ കണ്ടീഷൻ അപ്ലൈസ് ടു വൺ ഓർ ദാറ്റ് അതർ ഇൻ എ പെയർ. വി യൂസ് നെയ്തർ ടു സ്റ്റേറ്റ് ദാറ്റ് നോട്ട് വൺ ഓർ ദാറ്റ് അതർ ഓപ്ഷൻ ഈസ് വയബിൾ. പ്രത്യേകിച്ചൊന്നുമില്ല. എയ്തറും നെയ്തറും രണ്ടിലൊന്ന്. എയ്തർ പോസിറ്റീവ്, നെയ്തർ നെഗറ്റീവ്. എയ്തർ ഓഫ് us can get the key. Either girl could win this competition. Neither shirt fits me properly. ഒരു ഷർട്ട് എനിക്ക് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഫിറ്റ് ആവുന്നില്ല. Neither Sunil nor Rahim came to the meeting. രണ്ടുപേരും വന്നിട്ടില്ല. ചോദ്യം എങ്ങനെയാണ് വരാന്ന് ചോദിച്ചാൽ ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അതാണ് ഞാൻ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാത്തത്. ഇതിന്റെ ആൻസർ സൂര്യ പറയും. He watches TV every day. He watches TV എല്ലാ ദിവസവും, എവരി ഡേ അല്ലേ? ഓക്കെ, ഓരോ ദിവസവും. ഈച്ച് എന്ന് പറഞ്ഞാൽ എന്ത് മാറും? ഓരോന്നായി മാറും. ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ എവരി ഡേ, എല്ലാ ദിവസവും. അതല്ലേ ശരി? ഓക്കെ, യെസ്. ആതിര. Sir, I like dash of them. I like each of them. Each of them. Option D. Relay. ഈച്ച് ഓഫ് ദം എന്ന് പറയുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. Neither. ഇതിൽ ചെറിയ പ്രശ്നമുണ്ട് ഈ ചോദ്യത്തില്. ഐ ലൈക്ക് ഈച്ച് ഓഫ് ദം എന്ന് പറയുന്നത് തെറ്റില്ല, ശരിയാണ്. ഐ ലൈക്ക് വൺ ഓഫ് ദം എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഐ ലൈക്ക് ഒരാളെ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ ഈ ചോദ്യം തെറ്റുണ്ട് കേട്ടോ. ചോദ്യത്തില് ഇത് രണ്ടും ഒന്നെങ്കിൽ ഇത് റോങ് ഏതാന്ന് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഏതാ ഇനി വരും? ഇനി ഇത് മൂന്നും വന്ന ഇതിൽ കൂടുതൽ ശരി നെയ്തർ ഓഫ് ദം ആണ് കേട്ടോ. കൂടുതൽ സൂട്ടബിൾ ഇങ്ങനെ വന്നാൽ കേട്ടോ. ഐ ലൈക്ക് നെയ്തർ ഓഫ് ദം, ഐ ലൈക്ക് വൺ ഓഫ് ദം, ഐ ലൈക്ക് ഈച്ച് ഓഫ് ദം. പക്ഷെ വൺ ഓഫ് ദം, ഈച്ച് ഓഫ് ദം അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നെയ്തർ ഓഫ് ദം ആണ്. ഐ ലൈക്ക് നെയ്തർ ഓഫ് ദം. രണ്ടുപേരും എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, പക്ഷെ ഇത് തെറ്റാന്ന് പറയാൻ പറ്റൂല. ഈ ചോദ്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇങ്ങനെ ചിലപ്പോൾ പരീക്ഷ ഇങ്ങനെ വരും. PSC ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ ആൻസർ ഉണ്ടാവും, പക്ഷെ കൂടുതൽ ശരിയായിരിക്കും ഉത്തരം കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്തേക്ക് വരാം. ആറാമത്തെ ചോദ്യം, ആറാമത്തെ ഭാഗം, പ്രീ ഡിറ്റർമിനേഴ്സ്. പ്രീ എന്ന് പറഞ്ഞാൽ തന്നെ മുമ്പ് അല്ലേ? ഡിറ്റർമിനറിന്റെ മുമ്പിൽ വരുന്ന മറ്റൊരു ഡിറ്റർമിനർ ആണ് പ്രീ ഡിറ്റർമിനറുകൾ. ഓൾറെഡി ഒരു ഡിറ്റർമിനർ ഉണ്ടാവും, അതിന് മുമ്പിൽ വേറൊന്ന് വരാം. സാധാരണയായിട്ട് ആർട്ടിക്കിളുകൾ അല്ലേ, എ ആൻഡ് ദ,
അവയുടെ മുമ്പിലാണ് പ്രീ ഡിറ്റർമിനർ ഉപയോഗിക്കാറുള്ളത്. ഇവ പ്രധാനമായും 4 തരമുണ്ട്. ഒന്ന് മൾട്ടിപ്ലൈസ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, ഇൻറ്റൻസിഫയേഴ്സ് ഉണ്ട്, ബോത്ത് ആൻഡ് ഓൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമുക്ക് നോക്കാം മൾട്ടിപ്ലയേഴ്സ്. മൾട്ടിപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ട്വൈസ്, ഡബിൾ, 3 times, 4 അങ്ങനെയൊക്കെ പറയില്ലേ, മൾട്ടിപ്ലയേഴ്സ് ആണവ. ഇപ്പോൾ ഫോർ വി ഹാവ് ഗ്യാതേർഡ് 4 times the amount needed. ഇവിടെ ദ എന്ന് പറയുന്നത് ഡിറ്റർമിനർ ആണ്. അതിന്റെ മുമ്പിൽ ഉപയോഗിച്ച 4 times എന്താണ് ആതിര? 3. സർ ആ സർ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയൂ. ഇവിടെ ഈ സെന്റൻസ് 4 times the amount needed എന്ന് പറഞ്ഞില്ലേ, അതിൽ ഈ എമൗണ്ട് എന്ന് പറഞ്ഞ നൗണിന്റെ മുമ്പിൽ ഉപയോഗിച്ച ദ എന്താണ്? ഡിറ്റർമിനർ ആണ്. ഡിറ്റർമിനർ. ആ അതിന്റെ മുന്നേ വേറൊരു സാധനം 4 times വെച്ചിട്ടുണ്ട്, അതോ മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയർ ആണ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിനർ ആണ്. ഓക്കെ, താങ്ക് യു. ഇനി സൂര്യവി, അടുത്തയില് ട്വൈസ് ദ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഈ ദ എന്താണ്? The determiner. ഡിറ്റർമിനർ. അതിന്റെ മുമ്പിലെ സാധനം വെച്ചിട്ടുണ്ട് ട്വൈസ്, അതോ Predeterminerle multiplierle. അല്ലേ? പ്രീ ഡിറ്റർമിനറിലെ മൾട്ടിപ്ലയേഴ്സ് ആണ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഇനി ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഭാഗം പറയില്ലേ, 1/3, 2/3, 3/4 അങ്ങനെ പറയില്ലേ, പകുതി, ഹാഫ്. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ 1/2, 1/3 എന്നൊക്കെ ഇങ്ങനെ എഴുതുന്ന സംഭവങ്ങളില്ലേ, 1/3, 2/3, 3 അങ്ങനത്തെ സാധനത്തിനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയാം. ഐ വിൽ ലീവ് ഇൻ ഹാഫ് ആൻ അവർ. ഹാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ എഴുതാം. ഓക്കെ, ദേ ഫിനിഷ്ഡ് 3/4 ഓഫ് ദ ബ്രിഡ്ജ്. ഇതിൻ്റെയൊക്കെ കണ്ടോ, ഈ 3/4 കഴിഞ്ഞിട്ട് ഇവിടെ ദായ് ഉണ്ട് കണ്ടോ, ഇവിടെ ആൻ ഉണ്ട്, അതുപോലെ കണ്ടോ 1/4 ഓഫ് ദായ് ഉണ്ട്. അപ്പോൾ ഒരു ഡിറ്റർമിനർ ഉണ്ട്, അതിൻ്റെ മുമ്പിൽ എന്തുണ്ട്? പ്രീ ഡിറ്റർമിനർ ഉണ്ട്. ഭവ്യ, ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1/3, 2/3, 3/4, ഹാഫ്. ഫ്രാക്ഷൻസ് ഒക്കെ എന്ത് ഡിറ്റർമിനറാ? പ്രീ ഡിറ്റർമിനേഴ്സ്. ഡിറ്റർമിനേഴ്സ് ആണ്. ഗുഡ്, താങ്ക് യു. ഇനി ഇന്റൻസിഫയേഴ്സ്, തീവ്രത കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. സച്ച്, വാട്ട്, റാദർ, ക്വയറ്റ്. ഷീ ഈസ് സച്ച് എ സ്വീറ്റ് ഗേൾ. ഇവിടെ കണ്ടോ എ ഉണ്ട്, ഇതൊരു ഡിറ്റർമിനറാ. അതിന്റെ മുമ്പിൽ വരുന്ന സച്ചോ പ്രീ ഡിറ്റർമിനറാ. മേരി, വാട്ട് എ ലവ്ലി ഡേ. ഈ എ എന്താ? ഡിറ്റർമിനർ ആ സർ. വാട്ടോ? പ്രീ ഡിറ്റർമിനർ. അടുത്തത് ഹീസ് റാദർ എ മീൻ മാൻ. അയാൾ മീൻ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട മനുഷ്യൻ. മീൻ മാൻ, മീൻ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടതാണ് കേട്ടോ അർത്ഥം. അപ്പോ എ എന്താ അവിടെ? ഡിറ്റർമിനർ ആ സർ. റാദർ പ്രീ ഡിറ്റർമിനർ. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് ഇറ്റ്സ് ക്വയറ്റ് ആൻ എക്സ്പെൻസീവ് കാർ. ഇതിൽ ആനോ? ആൻ ഡിറ്റർമിനർ, ക്വയറ്റ് പ്രീ ഡിറ്റർമിനർ. വെരി ഗുഡ്, എക്സലന്റ്. ഇനി ലാസ്റ്റ് ആയിട്ട് ഈ പ്രീ ഡിറ്റർമിനേഴ്സിലെ ഒരു പ്രയോഗമാണ് ബോത്ത് ആൻഡ് ഓൾ. ബോത്തും ഓളും. ബോത്ത് ഓഫ് us were tired. ബോത്ത് ഓഫ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ആർ ഫാമേഴ്സ്. ഇവിടെ കണ്ടോ മൈയും എസ് ഒക്കെ ഡിറ്റർമിനേഴ്സ് ആണ്. ഓൾ തിങ്സ് ആർ ഡിഫിക്കൽട്ട് ബിഫോർ ദേ ആർ ഈസി. ഓൾ ഓഫ് മൈ ബ്രദേഴ്സ് ആർ കമ്മിങ് വിത്ത് മീ. അപ്പോൾ ഇതിലെ ബോത്ത് ഓഫും ഓളും അല്ലെങ്കിൽ ഓൾ ഓഫ് ഇത് പ്രീ ഡിറ്റർമിനേഴ്സ് ആണ്. ഭവ്യ, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. Use an appropriate determiner. He is dash a mean man. ആ Mean man. അവിടെ സൂട്ടായിട്ടുള്ളത് ഹീസ് എ സോ പറയാൻ പറ്റുമോ? പറ്റൂല. ലവ്ലി പറയാൻ പറ്റുമോ? ആള് വളരെ മോശം, ശരിക്കും ആള് മോശപ്പെട്ട മനുഷ്യനാണ് അല്ലേ? ആ അപ്പൊ ഹാർഡ്ലി പറയാൻ പറ്റൂല. ഇല്ല. റാദർ. ഹീസ് റാദർ എ മീൻ മാൻ. റാദർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പോലെ ശരിക്കും. ഇത് ഏത് ടൈപ്പ് ഡിറ്റർമിനർ ആയി? റാദർ ഇന്റൻസിഫയേഴ്സ്. ശരിക്കും ഒരു വൃത്തികെട്ട മനുഷ്യനാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഹീസ് റാദർ. റാദർ എന്ന് പറഞ്ഞാൽ ശരിക്കും. ഹീസ് റാദർ എ മീൻ മാൻ. ആള് ശരിക്കും ഒരു മോശപ്പെട്ട. അപ്പൊ റാദർ ഏത് ടൈപ്പ് ഡിറ്റർമിനറാ? ഇന്റൻസിഫയേഴ്സ് ആണ്. വെരി ഗുഡ്. ഇനി അടുത്തത് മേരി. ഇറ്റ്സ് ഡാഷ് ആൻ എക്സ്പെൻസീവ് കാർ. It's fully an expensive car. ഉള്ളിയോ? It's completely.
It's നമ്മളിവിടെ quite ആ ഇവിടെ ഇതിനകത്ത് ഇന്റൻസിഫയേഴ്സിൽ സച്ച് വാട്ട് റാദർ ക്വയറ്റ് ആ, അതിൽ ഫുള്ളി നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇറ്റ്സ് ഇല്ല. ക്വയറ്റ്. Quite and expensive. ക്വയറ്റ് ആണ് സൂട്ടബിൾ. ഇറ്റ്സ് ക്വയറ്റ് ആൻഡ് എക്സ്പെൻസീവ്. അത് ശരിക്കും Expensive. ഈ ക്വയറ്റ് എന്ന് പറഞ്ഞാലും റാദർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. sir. ശരി, ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് ക്വാണ്ടിഫയേഴ്സ് ആണ്. എണ്ണത്തെ കുറിക്കുന്ന വാക്കുകളെല്ലാം ക്വാണ്ടിഫയേഴ്സ് ആണ്. ഇവ കൗണ്ടബിൾ നൗണിന്റെ കൂടെയും അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും ഉപയോഗിക്കുന്നു. അപ്പോൾ കൗണ്ടബിളിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് മെനി, ഈച്ച്, സെവറൽ, എ ഫ്യൂ, എ കപ്പിൾ ഓഫ്, ബോത്ത്, ഫ്യൂ, നോട്ട് മെനി, നോട്ട്, നൺ ഓഫ് us. സോറി, നൺ ഓഫ്. ഓക്കെ, there are many resorts here. മെനി ഇതൊരു എന്താണ്? ക്വാണ്ടിഫയർ ആണ്. റിസോർട്ട്സ് എണ്ണാൻ പറ്റും, അതുകൊണ്ട് മെനി. നോട്ട് മെനി പീപ്പിൾ, സെവറൽ ലെറ്റേഴ്സ്, നൺ ഓഫ് ദ ആൻസേഴ്സ്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്കൊന്ന് സെവറൽ ആണ്. സെവറൽ കഴിഞ്ഞിട്ട് കൗണ്ടബിൾ ആയിരിക്കും ലെറ്റേഴ്സ്. മെനി ഇമ്പോർട്ടൻ്റ് ആണ്. റിസോർട്ട്സ് കൗണ്ടബിൾ ആണ്, മെനി റിസോർട്ട്സ്. അതേസമയം അൺകൗണ്ടബിളിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് എ ഗുഡ്, അല്ലെങ്കിൽ എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. എ ഗുഡ് ഡീൽ ഓഫ് ഓർ എ ഗ്രേറ്റ് ഡീൽ ഓഫ്. എ ലോഡ് ഓഫ്, ലോഡ്സ് ഓഫ്, എ ഹീപ്പ് ഓഫ്, എ ടൺസ് ഓഫ്, എ ലോട്ട് ഓഫ്, എ ബിറ്റ് ഓഫ്, അല്ലെ എ ലിറ്റിൽ ബിറ്റ് ഓഫ്. എ ബിറ്റ് ഓഫ് അല്ലെ എ ലിറ്റിൽ ബിറ്റ് ഓഫ്. എ ലിറ്റിൽ, ലിറ്റിൽ, നോട്ട് മച്ച്. ലിറ്റിലൊക്കെ എപ്പോഴും കൗണ്ടബിളിൻ്റെ കൂടെ കൂടുക. സോറി, അൺകൗണ്ടബിളിൻ്റെ. കൗണ്ടബിളിൻ്റെ കൂടെ കൂട്ടുന്നത് ഫ്യൂ അല്ലെങ്കിൽ എ ഫ്യൂ, ഇങ്ങനെയാണ്. അപ്പോൾ ഗുഡ് ഡീൽ ഓഫ് റിസർച്ച്, റിസർച്ച് എണ്ണാൻ പറ്റുമോ? ഇല്ല. ഷീ ഏൺസ് എ ലോഡ് ഓഫ് മണി, മണി എണ്ണാൻ പറ്റുമോ? ഇല്ല, മണി എണ്ണാൻ പറ്റില്ല കേട്ടോ. എ ലിറ്റിൽ നോളജ്, നോളജ് എണ്ണാൻ പറ്റില്ല. യു ഹാവ് ലിറ്റിൽ മിൽക്ക്, മിൽക്ക് എണ്ണാൻ പറ്റില്ല. ഇനി രണ്ടിൻ്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഓൾ ഓഫ് ദ, മോസ്റ്റ് ഓഫ് ദ, ലോട്ട് ഓഫ്, ലോട്ട്സ് ഓഫ്, പ്ലെൻറ്റി ഓഫ്, ഇനഫ്, സം, എ ലാക്ക് ഓഫ്, നോ. ഇത് വേണം രണ്ടിനെയും കൂടെ യൂസ് ചെയ്യാൻ, നോ പ്രോബ്ലം. എ ലോട്ട് ഓഫ്, ഇവിടെയോ ലോഡ്സ് ഓഫ് ആണ്, മാറിപ്പോണ്ട. ദേ ലോട്ട് ഓഫ് രണ്ടിൻ്റെ കൂടി ഉപയോഗിക്കുക. എണ്ണാൻ പറ്റുന്നതിൻ്റെ, എണ്ണാൻ പറ്റാത്തതിൻ്റെ. ഇനഫ്, ഇനഫ് മണി, ഇനഫ് കറൻസി. മണി എണ്ണാൻ പറ്റില്ല, കറൻസി എണ്ണാൻ പറ്റും, പക്ഷേ ഇനഫ് യൂസ് ചെയ്യാം. ഓൾ ഓഫ് ദ ടോയ്സ് വെർ ബ്രോക്കൺ, ടോയ്സ് എണ്ണാൻ പറ്റും. ഫുഡ് എണ്ണാൻ പറ്റൂല, ഓൾ ഓഫ് ദ ഫുഡ്. ദർ ആർ ഇനഫ് ബുക്സ് എണ്ണാൻ പറ്റും. ഇനഫ് സ്ലീപ്പ് എണ്ണാൻ പറ്റൂല, പക്ഷേ ഇനഫ് യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇതൊന്നും കാണാതെ പഠിക്കുക വേണ്ട കേട്ടോ. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് വായിച്ചു പോലും നോക്കണ്ട. പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ നിന്ന് അങ്ങനത്തെ ഡീപ്പായ ചോദ്യങ്ങളൊന്നും വരില്ല. ജസ്റ്റ് ഈ ടോപ്പിക് നിങ്ങൾ നോക്കിയില്ല എന്ന് പറയാൻ പാടില്ല, അതുകൊണ്ട് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആതിര പറയണം. Sir, he gave dash of us ripe mangoes from his own garden. He gave each of us വരില്ലല്ലോ. Each of us. He gave each of us ripe mangoes from his own garden. He gave dash of us ripe mangoes from his own garden. സ്വന്തം ഗാർഡനിൽ ഞങ്ങൾ എല്ലാവർക്കും റൈപ്പ് മാംഗോസ് തന്നു. ഞങ്ങൾ ഓരോരുത്തർക്കും. Each of ആണ് കിട്ടുക. എവരി ഓഫ് us എന്ന് പറയില്ല, അറിയോ? എവരി വൺ ഓഫ് us എന്ന് പറയും. അപ്പൊ ഇവിടെ ഈച്ച് ഓഫ് കേട്ടോ, ഈച്ച് ഓഫ് us, ഓരോരുത്തർക്കും. ഇനി അടുത്തത് സൂര്യ. There is dash milk in the porridge. There is a lot of, ആണോ സർ? A lot of milk. മെനി പറ്റൂല, എനി പറ്റൂല. ഇനി എ ഫ്യൂ ഉണ്ട്. എ ഫ്യൂ പറ്റുമോ? ഇല്ല. ഫ്യൂ കൗണ്ടബിളിന്റെ കൂടെ, കൗണ്ടബിൾ നൗണിന്റെ കൂടെ യൂസ് ചെയ്യും. അവിടെ ആകെയുള്ളത് എ ലോട്ട് ഓഫ് ആണ്. A lot of. എ ലോട്ട് ഓഫ് നമുക്ക് രണ്ടിന്റെയും കൂടെ യൂസ് ചെയ്യാം അല്ലേ? അവിടെ മിൽക്കാണ്, മിൽക്ക്
അതുകൊണ്ടാണ്. ഓക്കെ, സർ താങ്ക് യു. നമ്മള് ആ എ ഗുഡ് ഡീൽ ഓഫ് ടൈമും മറ്റേതില്ലേ വേറൊന്ന് പറഞ്ഞില്ലേ അതേപോലെ എ ബാഡ് ഡീൽ ഓഫ് ടൈം, അതേപോലെ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം. ആ ഇത് കഴിഞ്ഞിട്ട് കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും വരുന്നതനുസരിച്ച് അപ്പുറത്ത് വെർബ് ചേഞ്ച് ചെയ്യേണ്ട ഒരു കേസ് ഇല്ലായിരുന്നോ? ഏതിലാ? നൗണ് നോക്കിയിട്ട് അപ്പുറത്ത് ആ അത് വെർബ് ചേഞ്ച് കോൺകോഡില്. ചെയ്യണ്ടേ? ആ ആ എ ഗുഡ് ഡീൽ ഓഫ് എ ഗ്രേറ്റ് ഡീൽ ഓഫ്. ആ അതിൽ ഡൗട്ട് എന്താ? അതല്ല, അപ്പൊ എന്തായിരുന്നു യൂസ് ചെയ്യണ്ടെന്നുള്ളതാണ് ഡൗട്ട്. എ ഗുഡ് ഡീൽ ഓഫ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് അൺകൗണ്ടബിളിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. ആ ഓക്കെ, ഓക്കെ സർ. യെസ്. ഇനി കോൺകോഡിന്റെ നോട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി നോക്ക് അവിടെ എന്താ പറയുന്നത് കേട്ടോ. ആ പ്ലൂറൽ നൗണിന്റെ കൂടെ സിംഗുലർ വെർബ് അങ്ങനെ വരുന്നില്ല, അങ്ങനെ എന്തോ അല്ലേ സാർ ഏതാ കോൺകോഡിലാ? കോൺകോഡില്? കോൺകോഡിന്റെ റൂളിൽ വരുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് കാണിക്കൽ റിസ്ക് ആണ്. ഇല്ല സാർ, നോട്ട് നോക്കിക്കോളാം, നോട്ടിലുണ്ട്. ആണോ? ആ ആ ജസ്റ്റ് നോക്ക്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. ഇനി ലാസ്റ്റ് നമ്പേഴ്സ്. Numbers can also be determinants when they are used to introduce modify a noun. Both cardinal നമ്പേഴ്സും ഓർഡിനൽ നമ്പേഴ്സും രണ്ടും എന്താണ് ഡിറ്റർമിനേഴ്സ് ആണ്. എന്താ ഈ കാർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? രണ്ട് തരം നമ്പർ ഉണ്ട്. ഇപ്പോൾ 1, 2, 3, 4 എന്ന് പറയുന്നത് എന്താണ്? കാർഡിനൽ നമ്പേഴ്സ് ആണ്. 1, 2, 3, 4, 5 എന്നൊക്കെ പറയുന്നത്. എന്നാൽ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയില്ലേ, അതെന്താണ്? ഓർഡിനൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ കാർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ക്വാണ്ടിറ്റി, 6, 2, 8 അല്ലേ, 6 കോയിൻസ്, 2 സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതല്ലേ ഈ 6 2 ഒക്കെ കാർഡിനൽ നമ്പേഴ്സ് ആണ്. എന്നാൽ ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഐ ആം 6th ഇൻ ദ ലൈൻ, 6th 6ാമത്തെ, തേർഡ് 3ാമത്തെ, സെക്കൻഡ് 2ാമത്തെ, 5th 5ാമത്തെ. ഇത് ബേസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചോദ്യത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് സൂര്യവി, എന്താണ് ഓർഡിനൽ നമ്പറും കാർഡിനൽ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞേ? ഓർഡിനൽ നമ്പർ നമ്മള് റോമൻ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതുന്നതല്ലേ ഓർഡിനൽ നമ്പേഴ്സ്? അല്ല 1, 2, 3 അല്ല. നമ്മൾ സാധാരണ 1, 2, 3, 4 എന്ന് എഴുതല്ലേ, അതാണ് എന്ത്? കാർഡിനൽ നമ്പേഴ്സ്. കാർഡിനൽ നമ്പേഴ്സ് അല്ലേ സർ? കാർഡിനൽ കാർഡിനൽ. ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പൊസിഷനെ പറയാൻ, റാങ്ക് പറയാൻ, അല്ല പൊസിഷൻ പറയാൻ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ആ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ആ ഫോർത്ത്. അതന്നെ റാങ്ക് അല്ലെ പൊസിഷൻ അല്ലേ. 40ാമത്തെ 50ാമത്തെ എന്നൊക്കെ പറയില്ലേ, 14th 15th 40th അങ്ങനെ പറയില്ലേ, അത് ദാറ്റ് ഈസ് ഓർഡിനൽ കേട്ടോ. യെസ്. ഓക്കെ, അപ്പോൾ സംഭവം കഴിഞ്ഞു.